ഹായ് ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു കാണിക്കാൻ പോകുന്നത് നമ്മുടെ എന്താ പറയുക, ഭയങ്കര ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് പനി സമയത്തൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അതായത് നമ്മുടെ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യമേ പാൻ എടുത്തു, അതിനകത്തോട്ട് ഒരു 2 സ്പൂൺ ബട്ടർ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതിന് വേണ്ടുന്നത് ക്യാബേജ്, ക്യാരറ്റ്, സവോള കുറച്ച് മതി കേട്ടോ. ഇത്രയാണ്. അപ്പോൾ സവോള പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം എടുക്കാം. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തക്കാളിയാണ് കേട്ടോ എടുത്തത്. ആദ്യമേ സവോള ചെറുതായിട്ട് പൊടിയായിട്ട് അരിയുക. നമ്മുടെ ചോപ്പറിനകത്തിട്ട് അരിഞ്ഞാൽ മതി, അപ്പം ചെറിയ പൊടിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സോട്ടായിട്ട് വരുന്ന ടൈമിലാണ് നമ്മൾ ക്യാബേജും ക്യാരറ്റും പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് ഈ പനിയൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ തണുപ്പ് സമയത്ത്, ഇപ്പോഴൊക്കെ രാവിലെയൊക്കെ നല്ല തണുപ്പല്ലേ, അല്ലെങ്കിൽ രാത്രിയിലൊക്കെ നല്ല തണുപ്പല്ലേ, ആ ടൈമിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന സൂപ്പർ ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ക്യാരറ്റും ക്യാബേജും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഭയങ്കരമായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സായി ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയാൽ മാത്രം മതി കേട്ടോ. അപ്പം നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ക്യാരറ്റ്, ക്യാബേജ്, സവാള, തക്കാളി ഇത്രയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ടൈമിൽ, നമ്മുടെ ഈ ഒരു ഷോർട്ടായി വരുന്ന ടൈമിൽ നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. എൻ്റെ ക്യാപ്സിക്കം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ആഡ് ചെയ്യുന്നു, തക്കാളി ആഡ് ചെയ്യുന്നു. ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, നല്ല പുളിയുള്ള തക്കാളിയാണ്. അതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. ഇതിനകത്ത് ഒഴിക്കേണ്ടത് തിളപ്പിച്ച വെള്ളമാണ്. അപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് അങ്ങ് വഴലുണ്ട്, എന്നാലും നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ബാക്കിയുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് സാധനമൊന്നുമില്ല. നമുക്ക് സോയാ സോസ് വേണം, ചില്ലി സോസ് വേണം, അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ആവശ്യമുള്ളവർക്ക് വേണം. ഇപ്പം എനിക്ക് ഈ പാത്രത്തിൽ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 3 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കുന്ന പാത്രമൊക്കെ ഉണ്ടാകും, എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ ഇപ്പം ഇതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാനിൽ നിന്ന് കുക്കറിനകത്തോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. കുക്കർ അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി. അപ്പം അതിനകത്ത് ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ട്, അപ്പോൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴും മറ്റേതിനകത്ത് നമുക്ക് അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ആക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കുക്കറിനകത്തോട്ട് പറ്റുന്നത്. നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇതിനെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനേ. പിന്നെ ഒരുപാട് ആൾക്കാർ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ വിനാഗിരി അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാമെന്ന് പറയുന്നത്. ടൊമാറ്റോ സോസ് ഒട്ടുമിക്ക ആൾക്കാർ ആഡ് ചെയ്യാറില്ല, പക്ഷെ എനിക്കൊരു പുളിക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തക്കാളി ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ, കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കാം, പനി സമയത്തൊക്കെ കഴിക്കാം. നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് കൊടുക്കണം. നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടി, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളമാണ്, നന്നായിട്ട് വെട്ടി തിളച്ച വെള്ളം വേണം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി സോസും കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് മിക്സ് ആക്കുന്നത്. വെള്ളമൊക്കെ ഒഴിച്ച് നല്ല തിളച്ച് അത് ആ വെജിറ്റബിളെല്ലാം ആ വെള്ളത്തിനകത്ത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻറ്റ് വീതം ആഡ് ചെയ്യാം. ആദ്യമേ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് പിന്നെ എന്താ പറയുക, സോയാ സോസ് ആഡ് ചെയ്യണം. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യാനേ പാടില്ല, അത് അത്യാവശ്യമാണ്. അതാണ് ഈ സൂപ്പിനൊരു ടേസ്റ്റ് വരുന്നത്, ആ കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഏകദേശം ഇതെല്ലാം കൂടെ, അപ്പം ആ തിളച്ച വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ ഇത് ഏകദേശം തിള വന്നിരിക്കുന്നുണ്ടല്ലേ. 1 സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 സ്പൂണല്ല, 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചിങ്സിൻ്റെ ചില്ലി സോസാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അങ്ങനെ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചില്ലി സോസ് 1 സ്പൂണേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ടൊമാറ്റോ സോസിൻ്റെ ആവശ്യമില്ല, പക്ഷേ എൻ്റെ കയ്യിൽ ഈ സമയത്താണ് നമ്മൾ വിനാഗിരി ഒഴിക്കേണ്ടത്. എൻ്റെ വിനാഗിരി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്വല്പം ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിൻ്റെ ഒരു
ഒരു പിന്നെ നന്നായിട്ടൊരു കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിലാണ് ഞാൻ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നത്. 1 സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സാക്കി ഇളക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കോൺഫ്ലവർ കലക്കി ഒഴിക്കുക കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. എൻ്റെ കയ്യിൽ ബേക്കേഴ്സിൻ്റെ കോൺഫ്ലവർ ആണ് ഇരിക്കുന്നത്. കോൺഫ്ലവർ കലക്കി ഞാൻ ഒഴിച്ചു കേട്ടോ. അപ്പം ഒഴിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ വീഡിയോ മാറിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ ആ പാത്രം ഇങ്ങനെ കാണിക്കുന്നു, ഇതാണ് ഞാൻ ഒഴിച്ചത് എന്ന് കാണിക്കുകയാണ്. അപ്പം കോൺഫ്ലവർ കലക്കി ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഒരു 2 സ്പൂൺ കോൺഫ്ലവർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 3 സ്പൂൺ കോൺഫ്ലവർ കലക്കി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ തിക്ക് കൺസിസ്റ്റൻസി വരുന്നത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. കാരണം ഇനി നമുക്ക് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതും അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് നമുക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഇഞ്ചി നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതിനുശേഷം നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പ്. ഇനി നമുക്ക് ഈ കൺസിസ്റ്റൻസി കറക്റ്റ് ആവുമ്പോൾ നമ്മുടെ കോൺഫ്ലവറൊക്കെ ഒന്ന് വെന്ത് വരുമല്ലോ, ആ ഒരു ടൈമിൽ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. നന്നായിട്ട് കുറുകി ഭയങ്കരമായിട്ട് നമുക്ക് ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആവും. ആ ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് കേട്ടോ നമ്മുടെ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ് എന്ന് പറയുന്നത്. ദണ്ട കണ്ടില്ല, ഏകദേശം അത് കുറുകി വരുന്നുണ്ട്, തിക്കായി വരുന്നുണ്ട്. നമ്മൾ ഇത് തിളയ്ക്കുന്നതിനനുസരിച്ച് ആ വെജിറ്റബിൾസ് എല്ലാം അതിനകത്ത് മിക്സായി, കോൺഫ്ലവർ എല്ലാം അതിനകത്ത് മിക്സായി നന്നായിട്ട് കുറുകി നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഭയങ്കര തിക്കല്ല, നമുക്ക് സൂപ്പിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. അതാണ് നമുക്കിനകത്ത് നോക്കേണ്ടത്. അപ്പം ഞാൻ വീണ്ടും ഉപ്പിട്ട് കൊടുത്തത് കുറവായിരുന്നു, 2 തവണ ഇട്ട് കൊടുത്തിട്ടും കുറവായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഉപ്പിട്ട് കൊടുത്തു. നന്നായിട്ട് തിളപ്പിച്ച് ആ കോൺഫ്ലവറൊക്കെ ഒന്ന് വെന്ത് നന്നായിട്ട് വരുന്ന ടൈമിൽ വേണം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ചും കൂടെ തിക്കാവണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും അതിനായിട്ട് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തിളച്ച് നന്നായിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് ഇതേപോലെ തിള വരണം. ഇപ്പം നമ്മൾ ഈ സമയത്ത് നമുക്ക് വീണ്ടും ഉപ്പ് വല്ല കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് പതഞ്ഞ് വരുന്നത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഏകദേശം നമ്മുടെ സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ പനി വരുന്ന ടൈമിലും അതുപോലെ നമുക്ക് നന്നായിട്ട് തണുക്കുന്ന ടൈമിലൊക്കെ ഇത് ചൂടോടെ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്ത സുഖമാണ് കേട്ടോ. നമുക്ക് ഉള്ളിൽ ഈ ചൂടൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല സുഖമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ സാധനമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് യൂസ് ആക്കുമ്പോൾ കുരുമുളക് പൊടിയുടെ അളവ് കുറച്ച് കുറയ്ക്കുക, അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ആഡാക്കാതിരിക്കുക, അതേ ഉള്ളൂ. ബാക്കി എല്ലാം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. കാരണം വെജിറ്റബിൾസ് ഒക്കെ കുട്ടികളുടെ ശരീരത്തിൽ അവർ അല്ലാതെ പച്ചക്കൊന്നും അവർ കഴിക്കില്ലല്ലോ, അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റായി, സൂപ്പ് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സൂപ്പിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ സൂപ്പാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ് കേട്ടോ. ആർക്ക് വേണമല്ലോ, പാചകം അറിയാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ പോലും തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അത്ര സൂപ്പർ സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇഷാൻകുട്ടിന് കൊടുക്കാൻ വേണ്ടി ഇഷാൻകുട്ടിയുടെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റ് അറിയിക്കണം കേട്ടോ. ബൈ.